Take this. Tip her well. Sure, Papa. ചേച്ചി എന്താ കുഞ്ഞേ? അല്ല, നമ്മുടെ കുക്ക് എവിടെ പോയി ചേച്ചി? അവര് പോയല്ലോ. പോയോ? പുള്ളിക്കാരിയുടെ മോന്റെ ഫോൺ വന്നു. എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയി. എന്തായാലും പത്മാൻറ്റി പറഞ്ഞത് വെറുതെ അല്ല. ഷീ വാസ് ദി ബെസ്റ്റ്. ഉഗ്രൻ ഡിന്നർ ആയിരുന്നു. എന്നാലും പേയ്മെന്റ് പോലും വാങ്ങിക്കാതെ പോയി കളഞ്ഞല്ലോ. എന്തൊരു സ്വാദാ. സുധാമണി ആള് സൂപ്പറാണല്ലോ. അപർണ വിളിച്ച് പറഞ്ഞപ്പോഴാ ഞാൻ കാര്യം അറിഞ്ഞത്. അവരിത്ര ഷോർട്ട് നോട്ടീസിൽ ഇങ്ങോട്ട് കയറി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിനേക്കാളും ഷോർട്ട് നോട്ടീസിൽ വന്നതുപോലെ ഇറങ്ങി പോവുകയും ചെയ്യും. ഈ സ്ഥലം കാണുമ്പോ ഇത് സ്ഥലമല്ല, നമ്മളെ വീടാ. സ്ഥലം പോയി. എന്തായാലും അവരെ വെച്ച് നോക്കുമ്പോ ഇതൊരു കുടിസ് തന്നെയാണല്ലോ. നമ്മുടെ ഈ സെറ്റപ്പ് ഒന്നും അവർക്ക് ഇഷ്ടാവാൻ പോണില്ലമ്മേ. ഇഷ്ടാവാണ്ടിരിക്കേണ്ട കാര്യം എന്താ? ഇതെല്ലാം ഞാൻ ഒറ്റ രാത്രി കൊണ്ട് അടിച്ച് തുടച്ച് പളന്നാക്കും. നോക്കിക്കോ. ഒറ്റ രാത്രി കൊണ്ട് വൃത്തിയാക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ വലുതാക്കാൻ പറ്റില്ലല്ലോ. ആകെ ഒരു മുറിയും ഈ നിൽക്കുന്ന ഹാളും അല്ലേ ഉള്ളൂ. വൃത്തി വീടിന് മാത്രം പോരാ, അമ്മയുടെ സംസാരത്തിനും വേണം. കാരണം അപർണ ചേച്ചിയുടെ അമ്മയ്ക്ക് വലിയേട്ടനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് അമ്മയുടെ കാര്യങ്ങളിലായിരിക്കും. പതിവ് പോലെ ഓരോന്ന് വാരി വലിച്ചു പറഞ്ഞ് കൊളവാക്കരുത്. നീ പോടി. അവള് പറഞ്ഞത് നേരാ. അമ്മ ഒരിക്കൽ വാ തുറന്ന പിന്നെ അടയ്ക്കാൻ മറന്നു. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നിർത്തടാ, മതിയാക്ക്. എന്തെങ്കിലും ഒരു അവസരം കിട്ടിയ അപ്പ ചാടി എന്റെ തലേ കയറിക്കോളും രണ്ടും. എന്നോട് ഇങ്ങനെയല്ലേ നെഞ്ചു വിരിച്ച് പറയാൻ മാത്രം നിന്നെയല്ലേ ഈ പരുവത്തിലാക്കിയതേ ഈ ഞാനാ. അത് മറന്നു പോവല്ലേ മക്കളെ. എടാ, നാളത്തെ കാര്യല്ലോ ഇല്ലേ, അതല്ല നീ എനക്ക് വിട്ടേക്ക്. ഞാൻ ഏറ്റു. ഈ സുധാമണി കൈ വെച്ച അത് വെച്ച പോലെ ഇരിക്കും. നീ കണ്ടോ? അമ്മ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. സുധാമണി മേഡം കൈവച്ച സ്ഥിതിക്ക് ഇനി ആ ജീവനാന്തം എന്റെ ഏട്ടൻ ഇങ്ങനെ പുര നിറഞ്ഞു നിക്കത്തേ ഉള്ളൂ. പോടാ മരമാറി. 13 വർഷമായി ശ്യാമളേച്ചി ഞാൻ ഇവിടെ താമസിക്കുന്നു. ഈ പൈപ്പിൽ നിന്ന് ഇങ്ങനെ നൂല് പോലെ അല്ലാതെ ഇത്തിരി ഫോഴ്സിൽ വെള്ളം വരുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിള്ളസാറിനോടൊന്നും പറ ശ്യാമളാന്റി, നല്ലൊരു മോട്ടോർ വാങ്ങി വെക്കാൻ. എന്റെ പൊന്നെ, എന്നാ പിന്നെ എന്റെ ജീവിതം എപ്പോഴേ നന്നായേനെ. ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി പുള്ളി സ്വയം കാത് കുത്തി പൊട്ടിച്ചതാണോ എന്ന് സംശയമുണ്ട്. പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതെ അതെ, ഭാര്യയും കൊള്ളാം ഭർത്താവും കൊള്ളാം, രണ്ടും കണക്കാ. ഓ, കുറെ നേരമായല്ലോ. അല്ല പിന്നെ നീ എന്തായി കാണിച്ചത്? ഞാൻ ആദ്യം ഇവിടെ കുടം കൊണ്ട് വെച്ചത്. കടയും തുറന്നിട്ടേച്ച് വന്നേക്കോ ഞാൻ 2 തുള്ളി വെള്ളത്തിന്. അതിന് ഞാൻ എന്ത് ചെയ്യണം? വെള്ളം പിടിക്കണമെങ്കിലേ ഇവിടെ നിക്കണം, അല്ലാതെ കുടവും കൊണ്ടുവച്ച് അവിടെ ചെന്ന് വാച അടിച്ചോണ്ട് നിന്നാലേ ബാക്കിയുള്ളവര് വെള്ളം പിടിക്കും. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഇവിടെ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ ചെയ്യുന്നത്. പിന്നെ നിനക്ക് മാത്രം ഇത്രയും കുഴപ്പം? ആഹാ, ഒരു കുടം. ആ, നിനക്ക് നിന്റെ കടയിൽ ചെന്ന് ഈച്ച അടിച്ചിരുന്നാ മതിയല്ലോ. കുറച്ച് വൈകിയാലും കുഴപ്പമൊന്നുമില്ല. ആഹാ, നീ ഇപ്പൊ അങ്ങനെ വലിയ മെടുക്കത്തിയൊന്നും ആവണ്ട. എന്റെ കുടം വെച്ചിട്ട് മതി. ഇവരിങ്ങനെ തന്നെയാ. ഇവരൊന്നും ആര് നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ അടിപിടി കൂടല്ലപ്പാ. എന്റെ ബാലു കല്യാണം കഴിക്കാൻ പോകുന്ന ആഭരണമോളും വീട്ടുകാരും ഇന്നിടെ വരുന്നുണ്ട്. ആണോ? സത്യാണോ ചേച്ചി? പെണ്ണ് വീട്ടുകാര് ചെക്കന്റെ വീടും വീട്ടുകാരെയും കാണാൻ വരുന്ന വരവാ. മഞ്ജു, പിന്നില്ലേ എന്റെ ഭർത്താവ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കൊണ്ടുവന്ന കപ്പ് സോസറില്ലേ, ഒന്ന് വൈകുന്നേരത്തേക്ക് അത് തരുവോ? കൊണ്ട് നിറഞ്ഞിരിക്കുക കപ്പിന്റെ കൂടെ മാച്ചിങ് പ്ലേറ്റും ഉണ്ട്, അതും തരാം. സന്തോഷം. അയ്യോ, പാല് വാങ്ങണം. 1/2 ലിറ്റർ വീട്ടിലിരിപ്പുണ്ട്, നീ എടുത്തോ സുധാമണി. അയ്യോ, അത് മതിയാവില്ല ടീച്ചറെ. ഒരു പാൽപ്പായസം കൂടി വെക്കാന്ന് വിചാരിച്ചിട്ടേനു. ഞാൻ വേറെ വാങ്ങിച്ചോളാം. അമ്മേ, അവിയലും പാവയ്ക്ക് ചെടി ഉണ്ടാക്കി. ഇനി തോരൻ അരിയണോ? മതി മോളെ, നീ പോകാൻ നോക്ക്. തോരനൊക്കെ അമ്മ ഉണ്ടാക്കിക്കോളാം. ആഹാ, ഇവിടെ സ്വന്തമായിട്ട് കറി ഉണ്ടാക്കാനെല്ലാം പഠിച്ചാ? അടിപൊളിയാണല്ലോ. ഏയ്,
ഓരോന്നോരോന്നായിട്ട് പഠിപ്പിക്കുക. ഒരു വീട്ടിലേക്ക് കെട്ടിച്ചെല്ലുമ്പോ അവര് കുറ്റം പറയാൻ പാടില്ലല്ലോ സുധേ. പാചകമൊക്കെ പഠിപ്പിച്ചവളെ ഇപ്പോഴേ കെട്ടിച്ചു വിടാൻ പോവാണോ? അതിനിവൾക്ക് 18 വയസ്സല്ലേ ആയുള്ളൂ. അവള് പഠിക്കട്ടേന്നേ. ശരിയാ, പഠിത്തം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനം, പ്രത്യേകിച്ചും പെൺകുട്ടിക്ക്. നിന്റെ ചാർജർ ഉണ്ടോ? അതിൽ അമ്മയുടെ ഫോൺ കുത്തിയിട്ടേക്കുവാ. നിന്റെ ചാർജർ ഒന്നും തന്നേടി, എന്റേത് വർക്ക് ചെയ്യുന്നില്ല. കുടുംബത്തോടെ തെണ്ടാൻ ഇറങ്ങിയിരിക്കുന്നു. അമ്മയും കൊള്ളാം, മോനും കൊള്ളാം. എത്രയും പെട്ടെന്ന് നീ കല്യാണം കഴിച്ച് വീട്ടിലെ സ്ഥലം ഒഴിയാൻ നോക്ക്. ഇല്ലെങ്കിലേ നിന്റെ അച്ഛൻ നിന്നോട് വാങ്ങും തറവാടക. നിന്റെ അച്ഛന്റെ ഈ ചൊറി സ്വഭാവേ നീ തന്നെ സഹിക്കേണ്ടി വരും. ഇവനെ കളിയാക്കുന്നുണ്ടോ? എനിക്ക് കുറച്ച് കൂടുന്നുണ്ടേ, മതിയോളെ കളിയാക്കിയ. അതെ, നിങ്ങൾ അറിഞ്ഞോന്ന്? ഇങ്ങനെ വിളിച്ചുകൊണ്ടാ കേക്കാം. എന്താ കാര്യം? അതെ, സുധാമണിയുടെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണും ബന്ധുക്കളും ഒക്കെ ഇന്ന് വരുന്നുണ്ടെന്ന്. ഓ, അതിന് ഞാനെന്ത് വേണം? ഇവിടെ കിടന്ന് തുള്ളി ചാടണോ? അയ്യോ വേണ്ടേ വേണ്ട. ഈ പ്രായത്തിൽ ഇങ്ങനെ തുള്ളി ചാടിയിട്ട് വല്ല ഉളുക്കും വന്നിങ്ങനെ കിടപ്പിലാവണ്ട. ആർക്കെങ്കിലും ഒരു നല്ല കാര്യം വരുന്ന കാണുമ്പോ കുറച്ച് സന്തോഷം മനസ്സിലുണ്ടായ മതി പിള്ളേച്ച. എന്താണ് കുറിപ്പേ ഒട്ടുന്നേ? ഷർട്ട്. ഓ, ബ്രാൻഡഡാ, ബ്രാൻഡഡ്. നീ പോയിട്ട് 2 പാക്കറ്റ് പാല് വാങ്ങിച്ചോണ്ടെന്നാ. എന്തോ നമ്മ എടാ പാഞ്ഞു പോയിട്ട് വാ. സാഗർ ഒന്ന് നിക്കോ, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. എന്നെ കൂടി മാർക്കറ്റ് ജംഗ്ഷനിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ? ട്യൂഷൻ ഉണ്ട്. എന്താടി ഇന്ന് ഓട്ടോറിക്ഷക്കാർക്ക് ഹർത്താലാണോ? അയ്യോ, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുവോ പ്ലീസ്? ഇതേ 50 രൂപയുണ്ട്, നീ ഒരു ഓട്ടോയിൽ പൊയ്ക്കോ കേട്ടോ. എന്താടി ചെവിയാൾക്കില്ലെങ്കിൽ എന്താ കിളവന്റെ മോശമായിട്ടേക്കോ ഒരു കുറവുമില്ല. 4 മണിക്ക് ഇറങ്ങണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. എന്തിനാ മമ്മി? വി ആർ നോട്ട് ലേറ്റ്. 5:30 മണിയല്ലേ അവരോട് പറഞ്ഞിരിക്കുന്നേ. ഇപ്പോ 4:30 ആയിട്ടുള്ളൂ. അവിടെ എത്താൻ വെറും 10-15 മിനിറ്റ് മതിയല്ലോ. പോകാം സുരേഷ്. കീർത്തന, കേറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിന്റെ പിശുക്കൻ തന്ത തന്ന ഓട്ടോ കാശ് കൊണ്ട് നീ ഐസ്ക്രീം വാങ്ങി തിന്നു. അപ്പൊ എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ? അയ്യടി കോപ്പുണ്ട്. പിന്നെ എന്തിനാ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞേ? നിന്റെ അച്ഛനെ പറ്റിച്ചതിന്റെ ഒരു സന്തോഷം എനിക്കിരിക്കട്ടെ. ഈ ഷർട്ട് സൂപ്പർ ആയിരിക്കും. പക്ഷേ ഈ കളറാ അപർണയുടെ ഫേവറേറ്റ്. എന്നാ പിന്നെ നീ അതന്നെ ഇട്ടാ മതി. സാരമില്ലടാ, ഇനി ഓളെ ഇഷ്ടങ്ങളായിരിക്കണം ഇന്ത്യയും ഇഷ്ടം. അതെ, ഇങ്ങനെ നിന്നാ മതിയോ? അമ്മയ്ക്ക് റെഡിയാവണ്ടേ? പിന്നെ വേണ്ടേ? സാരിയെല്ലാം ഞാൻ ഇന്നലെയെ കൊടുത്ത് തേപ്പിച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇന്റെ വില ഞാനായിട്ട് കളയാൻ പാടില്ലല്ലോ. എന്നാ അമ്മ ചെന്ന് കുളിച്ച് അതൊക്കെ എടുത്തു കൊടുക്ക. സമയം പോകുന്നു. കുറച്ച് പണിയും കൂടെ ഉണ്ടടാ. വിരുന്നുകാരെ വരുമ്പോ കൊടുക്കാനേ നല്ല മുരുമുരാ മുരിഞ്ഞ ഉഴുന്നുവട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ കൊടുക്കാൻ ഒരു ചട്നിയും കൂടി അരച്ചു വെച്ചാ എന്റെ പണി തീർന്നു. അമ്മേ, ഇത് കൊച്ചേട്ടൻ അമ്മയുടെ തരാൻ പറഞ്ഞു. അയ്യോ, പാല് വാങ്ങിയിട്ടല്ലോ. ഈ ചെക്കൻ മറന്നു എന്നാ തോന്നുന്നു. എന്നിട്ട് ഓൺ എടുത്തു. പുറത്തുണ്ട്. എടാ, നീ ആ മൊബൈൽ എടുത്ത് ഓനെന്ന് വിളിച്ച, എന്നിട്ട് പാല് വാങ്ങിച്ചോണ്ടിരാൻ പറ. അതെ, ഫോണൊന്നും വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. സാഗരേട്ടൻ ക്രിക്കറ്റ് കളിക്കുക. ഓന് ക്രിക്കറ്റ് കളിക്കാൻ അങ്ങനെ നേരം. ഇന്ന് ഞാൻ ഓനെ ശരിയാക്കുന്നുണ്ട്. അയ്യോ നിക്കമ്മേ, ഇങ്ങ് വന്നേ. എന്നാ ഞാനിത് മറന്നു. ഇത് അമ്മയ്ക്ക് തരാൻ പറഞ്ഞു കൊച്ചേട്ടൻ.
ഏലിയസ് ജാക്കി. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇത്തിരി മുമ്പ് പറഞ്ഞതും. ഈ പോടാ. അവനെ നോക്കിയിരുന്നാലേ നടപടിയാവില്ല. പാല് ഞാൻ വാങ്ങിട്ട് വരാം. വേണ്ട 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 വേണ്ട. ഈ ഉടുപ്പല്ലോട്ട് വെയിലത്തൊന്നും ഇറങ്ങി നടക്കണ്ട. നീ ആ ഫാനിന്റെ താഴെ തന്നെ ഇരുന്നാ മതി. ഞാൻ പോയി പാലും വാങ്ങി സാഗറിനെ കൂട്ടി വരാം. സൂപ്പർ. ഇങ്ങനെയാണോ അവിടെ അടിക്കുന്നത്? എത്ര കാലായ ബാറ്റെടുത്തും വീശിട്ട്. ഓരെത്താൻ കൃത്യം 1 മണിക്കൂർ ബാക്കിയുണ്ട്. കുറച്ചു നേരം കളിക്കാനുള്ള സമയം എന്തായാലും ഉണ്ട്. എന്താ ഇത്ര സ്ലോ ആയിട്ട് പോകുന്നേ? മമ്മിക്ക് ഇത് എന്തു പറ്റി? നേരത്തെ ഇറങ്ങുന്നു, വേഗം പോകാൻ പറയുന്നു. മമ്മി എന്നെക്കാളും എക്സൈറ്റഡ് ആണല്ലോ. അങ്ങനെയൊന്നും അല്ല പോ. ഒരു ഹൗസ് വാമിങ്ങിന് നമ്മൾ പറഞ്ഞ സമയത്ത് ചെല്ലുമ്പോ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ ഫംഗ്ഷന്റെ തലേന്ന് പോയി നോക്കണം. അപ്പ കാണാം വീടിന്റെ യഥാർത്ഥ കോലം. ഹോപ്പ് യു ഗോട്ട് വാട്ട് ഐ എം സേയിങ്. ഞാൻ പൊളിയാ. നീ ഓടിപ്പോയി പാല് വാങ്ങിച്ചോണ്ട് വാ. അമ്മ ലാസ്റ്റ് ഓവറാ. 14 റൺസ് മതി അവർക്ക് ജയിക്കാൻ. അമ്മ ബോൾ ചെയ്ത് അവര് സുഖമായിട്ട് ജയിക്കും. അമ്മ പോയി വാങ്ങിട്ട് വാ പ്ലീസ്. ഞങ്ങൾ കളിക്കട്ടെ. എടാ മോനെ, ലാസ്റ്റ് ഓവറാ, എനിക്ക് ജയിക്കണ്ടേ? നീ 2 കവർ പാല് വാങ്ങിച്ചിട്ട് വാ, ഞാൻ ബാറ്റ് ചെയ്യാം. ആന്റി ഒന്ന് പോയേ. എടാ വിനീതേ, കളി ജയിക്കണമെങ്കിൽ സുധാമണിക്ക് ബാറ്റ് കൊടുക്കടാ. സുധേച്ചി കസറും ഇല്ലേ? അല്ലാതെ അത് തന്നെ, സുധാമണി സൂപ്പറാ. കേട്ടല്ലോ. ഇന്നാ മോൻ പോയി വാ കേട്ടാ. അമ്മേ റെഡിയാണോ? 1 മിനിറ്റ്. നീ വാ മോനെ ദിനേശ. കുടുക്കി കറക്കി തൊടുക്കുന്നോരോ വാക്കും ഹരിച്ചും ഗുണിച്ചും കാര്യം നേടുന്നേ. കളിക്കും ചിരിക്കും കളിച്ചാൽ കൊമ്പേൽ കോർക്കും ഉടക്കും അടിക്കും വേറെ ലെവലാണ്. ഇന്നോളം ആരും കാണാൻ ഇന്നോളം വീറുള്ളോള അല്ലാതെ കാര്യം കാണാൻ കഴിവുള്ളോളാണേ. മിസ്റ്റർ സാഗർ ഏലിയസ് ജാക്കി, എപ്പടി? അവിടെ എവിടെയെങ്കിലും കാണും. ഇല്ലാന്നേ. പുറത്ത് ആരോടെങ്കിലും സംസാരിച്ച് നിൽക്കുന്നുണ്ടാവും. നീ പോയി നോക്ക്. അയ്യോ എന്റെ അമ്മേ. എന്താ എന്തു പറ്റി?
മഹേഷ്, എനിക്ക് ഒരു തരത്തിലും മനസ്സനുവദിക്കുന്നില്ല ഇവിടേക്ക് കയറി ചെല്ലാൻ. എന്താ മമ്മി? എന്തായാലും നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ, അവർ നമ്മളെ കാത്തിരിക്കാവും. ഒന്ന് കണ്ടിട്ട് പോവാം, അതാണ് അതിന്റെ ഒരു മര്യാദ. മോളുവാ. ഒരായാലും വേണ്ടില്ല, ബാലുവിന്റെ വുഡ് ബി ഫാമിലി ആകാത്തിരുന്നാ മതിയായിരുന്നു. അയ്യോ മമ്മി, വാ നോക്കാം. സാഗരേ, വേഗം പോയി കുറച്ച് ഐസ് കൊണ്ടുവരാമേ. മമ്മി വേദനയുണ്ടോ മമ്മി? സോറി മാഡം, ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. പറശ്ശിനിക്കടവ് മുത്തപ്പനാണ്, മാടായിക്കാവിലെ അമ്മയാണ് സത്യം. സുധാമണി, നീ ഇവിടെ? ഞാൻ ഇവിടെ തന്നെയല്ലേ. മമ്മിക്ക് സുധാന്റെ അറിയോ? ഇവരല്ലേ നമ്മുടെ വീട്ടിൽ ഇന്നലെ കുക്കിങ്ങിന് വന്നത്? അല്ല, ഇവരെ നിനക്കെങ്ങനെ അറിയാം? മമ്മി, ഇതാണ് ബാലുവിന്റെ അമ്മ. ഇപ്പഴേ മനസ്സിലായേ. നമസ്കാരം. 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 ആന്റി, ആർ യു ഓക്കെ? എന്ത് ചോദ്യാ ബാലു ചോദിക്കുന്നേ? എങ്ങനെ ഓക്കെയാവും? വേദന ഉണ്ടാവൂലേ പിന്നെ? മമ്മി, പക്ഷെ ഒരു കാര്യത്തിൽ മഹാഭാഗ്യം എന്ന് പറഞ്ഞാ മതി. സാധാരണ നമ്മൾ ഈ ബോളിലല്ല കളിക്കുന്നേ, കോർക്ക് ബോളിലാ. അതായിട്ടായിരുന്നെങ്കിൽ കണ്ണിന്റെ ഇടപാട് തീർന്നേനെ. സത്യം, വെട്ടിയിട്ട വാഴ പോലെ നിലത്ത് കിടന്നേനെ. അമ്മേ പ്ലീസ്. എന്തായാലും പറ്റിയത് പറ്റി. ഒന്നും വേണമെന്ന് വെച്ചിട്ട് ചെയ്തല്ലോ. ഇങ്ങനെ വന്ന കാലിൽ നിൽക്കാതെ വീട്ടിലേക്ക് വരണം. വാപ്പാ, വീട് തന്നെയാ വീട്. ചേട്ടാ, അമ്മയുടെ വായിൽ കഴിയുന്നതും വേഗം ഒരു പ്ലാസ്റ്റർ വാങ്ങി ഒട്ടിക്കണം, അല്ലെങ്കിൽ പണി പാളും. ഐ എം സോറി അപ്പു. ഇന്ന് തന്നെ ഇങ്ങനൊരു പണി കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്നല്ല ബാലു, പണി ഇന്നലെ തന്നെ കിട്ടിയതാ. സംഭവിക്കാനുള്ള ദുരന്തം ഇന്നലെ സംഭവിച്ചിരുന്നു. ഇന്നലെ വീട്ടിൽ നടന്ന പാർട്ടിക്ക് പാചകത്തിന് സുധാന്റിയാ വന്നത്. യെസ്, അത് ആന്റി ആയിരുന്നു എന്ന് ഞാനും ഇപ്പഴാ അറിഞ്ഞത്. വല്ലാണ്ട് നീല കളറായി പോയേട്ടാ. സാരമില്ല, കുറച്ചു നേരം ഐസിന് തണുപ്പ് കിട്ടുമ്പോ മാറിക്കോളും. അയ്യോ, ഒരുപാട് അങ്ങ് മറത്തണ്ട, മരവിച്ചു പോവും. ഇന്നലെ ഞാൻ അവിടെ പാചകത്തിന് വന്നപ്പോ സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു അത് അപർണ മോളെ വീടാന്ന്. അപ്പൂന്നെല്ലാം വിളിക്കുന്ന കേട്ടിനേനും. അത് നമ്മൾ അപർണയാന്ന് ഞാൻ എങ്ങനെ അറിയാനപ്പാ? ആ പപ്പ, ഇതാണ് ബാലു, ബാലഗോപാൽ. ആ, എന്റെ മോന്. ഹലോ അങ്കിൾ. ഹലോ. ഹലോ ആന്റി. അങ്കിൾ, ഐ എം ആക്ച്വലി വെരി വെരി സോറി ഫോർ വാട്ട് ഹാപ്പൻ. ഓ, ഇറ്റ്സ് ഓക്കെ. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. ആ, കേട്ടല്ലോ എല്ലാരും. പറ്റിയതൊരു അബദ്ധാന്ന് ഇവർക്ക് മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ വീട്ടിൽ വരുന്ന വിരുന്നുകാരുടെ മുഖത്തേക്ക് ആരെങ്കിലും പന്തടിക്കോ?
ബാലഗോപാലിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? എംകോം. സ്കോളർഷിപ്പോടെയാ പഠിച്ചേ. ടോപ്പ് സ്കോർ ചെയ്യുന്നു. പിന്നെ ഒരു കാറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ അപർണയുടെ ഓഫീസിൽ AC ഓഫീസാ. ഇവന് പ്രത്യേക മുറിയെല്ലാം ഉണ്ട്. ഇല്ലമ്മേ, ക്യൂബിക്കിൾ. ക്യാബിൻ കിട്ടാൻ അല്പം കൂടി സമയമെടുക്കും. സുധാന്റി, അമ്മയുടെ കേസരി എന്തായെന്ന് ചോദിക്കണോ? അത് ഞാൻ എപ്പോഴേ റെഡിയാക്കി. ഓള് വീട്ടിലില്ലാത്തോണ്ട് ആ റാണിന്റെ കൈ കൊടുത്താ മതിയെന്ന് ഓളല്ലേപ്പാ പറഞ്ഞേ. റാണിയുടെ കയ്യിൽ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞതോ? ഓ, ഒരു പാത്രത്തിൽ അടച്ച് ഓളെ വീട്ടിന്റെ മുന്നിലെ ടീപ്പോയിമിൽ വെച്ചിട്ടുണ്ട്. എന്റെ അമ്മേനോട് ശരിക്കും നോക്കാൻ പറ. ഒരു കിലോന്റെ ഓർഡർ തന്ന അതിന്റെ കൂടെ 10 കിലോന്റെ ചൊറയും തരും. എന്റെ അപ്പോ അമ്മേ, ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കാതെ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും. അയ്യോ, സംസാരിച്ചു നിന്ന് അത് മറന്നു. എന്നെടുക്കണ്ടേ? ചായയോ കാപ്പിയോ? ചായ മതി അല്ലേ? ഇഞ്ചിയോ ഏലക്കയോട്ട് സുധാമണിന്റെ നല്ല സൂപ്പർ മസാല ചായ എടുക്കാം. എന്തേ? അപർണയ്ക്ക് ഭയങ്കര ഇഷ്ടാ ബാലുവിന്റെ അമ്മ ഉണ്ടാക്കുന്ന ചായ. അത് പിന്നെ എല്ലാ ദിവസവും ഓഫീസിൽ പോകുമ്പോ ഇവിടുന്ന് കുടിച്ചിട്ടല്ലേ പോന്ന്. ഇപ്പൊ കൊണ്ടേ മധുരൂടാലോ അല്ലേ? എനിക്ക് മധുരം വേണ്ട. ഐ എം എ ബോർഡർ ലൈൻ ഡയബറ്റിക്. എന്തെന്നാ? ചായന്റെ കൂടെ വേറെന്തെന്നും കൂടി വേണമെന്നാ പറഞ്ഞേ? ആന്റിക്ക് ഷുഗറിന്റെ പ്രശ്നമുണ്ടമ്മേ, അത് പറഞ്ഞതാ. അയ്യോ, അതെയാ? പക്ഷെ കണ്ടാ പറയില്ല കേട്ടോ. അല്ല, ഞാൻ എന്താപ്പാ മറന്ന്? ആ ചായ ഇപ്പൊ കൊണ്ടുവരേ. അയ്യോ, പാലില്ലല്ലോ. മീനു, നീ ഓടിപ്പോയിട്ട് ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ട് വരുവാ. ചെല്ല്. ഇപ്പൊ എടുക്കേ. ബാലഗോപാൽ, ഇന്നലെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തതിന്റെ ശമ്പളം വാങ്ങാതെയാ പോയത്. ദാ ഇത് വെച്ചോളൂ. ആന്റി, ഇത് പ്ലീസ് പ്ലീസ് കീപ് ഇറ്റ്. എന്ത് പരിപാടിയാ ബാലു ഈ കാണിക്കുന്നേ? എന്തൊരു മര്യാദ ഇല്ലാത്ത കാര്യം നീ കാണിച്ചേ. തിരിച്ചു കൊടുക്കടാ. കൊടുക്ക്. ഇങ്ങത്തോ. ഇറ്റ്സ് ഓക്കെ. ഇതില് മര്യാദകേടിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ സുധാമണി. ആര് പറഞ്ഞു? അടുത്ത ബന്ധുക്കളാവാൻ പോകുന്നവരോട് പൈസ വാങ്ങിക്കാം, അത് മര്യാദകേട് തന്നെയാ. അതിന് ബന്ധം ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ലല്ലോ സുധാമണി. അതുകൊണ്ട് ഈ ക്യാഷ് ഇവിടെ ഇരിക്കട്ടെ. ഫിനാൻഷ്യൽ ഡീലിംഗ്സ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. അതെനിക്ക് നിർബന്ധമാണ്. അല്ല, ഞാൻ അമ്മേ, ഇവരെ പരിചയപ്പെട്ടില്ലല്ലോ. ഇതെന്റെ അനിയനാ, സാഗർ. ഹലോ അങ്കിൾ. ഹായ്. സെന്റ് തോമസ് കോളേജിൽ ബികോമിന് പഠിക്കുന്നു, സെക്കൻഡ് ഇയർ. അമ്മ, ഇത് മീനുക്കുട്ടി, ഏറ്റവും ഇളയാളാ. ഒഫീഷ്യൽ നെയിം മീനാക്ഷി, 9th. ഉഴുന്ന് വട റെഡി. ഇത് സ്പെഷ്യൽ ഉഴുന്നുവടയാ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. പിടിക്ക്. ഞാനിത് ഉണ്ടാക്കുമ്പല്ലേ ഓന്റെ കയ്യിൽ കൊടുത്തുവിടലുണ്ട് ഓഫീസിലേക്ക്, ആഭരണമൊക്കെ കൊടുക്കാൻ വേണ്ടി. വടേന്റെ കൂടെ ഒരു ചട്നിയും പിന്നെ ഒരു പാൽപ്പായസം കൂടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതേനും നിങ്ങള് നേരത്തെ എത്തിയോണ്ട് പ്ലാൻ എല്ലാം തെറ്റിപ്പോയി. ഇന്നലെ നീ ഉണ്ടാക്കിയ ഭക്ഷണം, ഓ ഐ എം സോറി, നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം വളരെ നന്നായിരുന്നു എന്ന് എല്ലാരും പറഞ്ഞു. ഞങ്ങളാരും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത കുറെ ഡിഷസ് വെച്ച് ഒരു ഗംഭീര ഫ്യൂഷൻ തന്നെ ഉണ്ടാക്കി കളഞ്ഞു സുധാമണി.
എന്റെ ഫ്രണ്ട് പത്മ എപ്പോഴും പറയാറുണ്ട്, സുധാമണിയായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെർവന്റ് എന്ന്. ഒരു കണക്കിന് അംബികയ്ക്ക് വരാൻ പറ്റാതെ പോയതും നീ തന്നെ സോറി നിങ്ങൾ തന്നെ ജോലിക്ക് വന്നതും എത്ര നന്നായി. വിശ്വസിക്കാൻ കൊള്ളാവുന്ന വേലക്കാരെ ഇന്നത്തെ കാലത്ത് കിട്ടാനില്ലല്ലോ. അങ്ങനെയുള്ളതുങ്ങളെ കിട്ടിയാൽ തന്നെ വൃത്തിയും വെടിപ്പും ഉണ്ടാവണമെന്നില്ല. എല്ലാം തികഞ്ഞ സുധാമണിയെ പോലൊരു വേലക്കാരിയെ. അമ്മി വേണ്ട മോളെ, സാരമില്ല. അയ്യോ, ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐ എം സോറി. ഞാൻ മോശമായിട്ട് ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. അറിയാം, അല്ലെങ്കിൽ തന്നെ വേലക്കാരി എന്നുള്ള വാക്കിന് എന്താത്ര മോശം? വേല ചെയ്യുന്നവരെല്ലാരും വേലക്കാരല്ലേ? ശമ്പളം വാങ്ങി അന്യന് വേണ്ടി ജോലി ചെയ്യുന്ന എല്ലാവരും വേലക്കാരാണല്ലോ. അങ്ങനെ നോക്കുമ്പോ ഇങ്ങളും ഇങ്ങളെ ഓഫീസിലെ വേലക്കാരി തന്നെ. ഇദ്ദേഹവും ജോലി ചെയ്യുന്നിടത്ത് ഒരു വേലക്കാരൻ തന്നെയാ. അമ്മേ, എന്താടാ? ഞാനൊന്ന് പറയട്ടെ. പക്ഷെ ഞാനിപ്പോ വേലക്കാരിയല്ല, വ്യാപാരിയാ. ഞാനിപ്പോ ബിസിനസ് ചെയ്തിട്ടാ ജീവിക്കുന്നത്. എന്റെ ബിസിനസ് ചെറുതാ, എന്നാലും സ്വന്തമാ. 4-5 ആൾക്ക് സ്ഥിരമായിട്ട് തൊഴിൽ കൊടുക്കുന്നുണ്ട്. ഒരു വേലക്കാരി ആയിരുന്നപ്പോഴും ഞാനത് അഭിമാനത്തോടെയാ കണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന കച്ചവടത്തിനെയും ഞാൻ അഭിമാനത്തോടെ തന്നെയാ കാണുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയോ യാമിനി മാഡം? ആ പണി ചെയ്താ ഞാൻ എന്റെ കുട്ടികളെ വളർത്തിയേ, കുടുംബം പുലർത്തിയതും വിശപ്പിനെ വെല്ലുവിളിച്ചതും. ചിലതേ ചൂടോടെ കൊടുക്കണം. അല്ല, ചായയെ ചൂടോടെ കുടിക്കണം എന്ന് പറഞ്ഞതാ. തണുത്താ നന്നാവില്ല. ഞാൻ എടുത്തിട്ട് വരാം. ഇറങ്ങ മഹേഷ്. എന്നാ പിന്നെ എല്ലാരും കൂടി ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങണം. സൗകര്യം പോലെ മതി. ഷുവറങ്ങൾ. അയ്യോ പോലെ. താങ്ക്സ്. ഇന്നത്തെ ദിവസം തീരെ നന്നായില്ല. എല്ലാം കൊളായിപ്പോയി. കുട്ടികളെ കാര്യം സംസാരിക്കാൻ വന്നിട്ട് അതൊന്നും നടന്നുമില്ല. പോട്ടെ, ഒന്നും മനസ്സിൽ വെക്കല്ലേ. ഇനി ഒരു ദിവസം നമുക്ക് സൂപ്പറായിട്ട് കൂടണം.